ഗൈസ് നമ്മളിപ്പോൾ കാടിനടുക്കാണ് വന്നേക്കണത്. മാമലക്കണ്ടം ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എന്നാലും ചെറുതായി പോയല്ലേ. അതേ ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ ആന കണ്ടെന്ന് പറയാൻ പറ്റില്ല. ഗായ്സ്, അങ്ങനെ നമ്മൾ മാമലക്കണ്ടം പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്ത്, കുട്ടമ്പുഴയിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം, അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ഒരു വൺ ഓഫ് ദ ഡ്രീം റൂട്ടാണ്. കാരണം ഇത് ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു ഫോറസ്റ്റ് യാത്രയാണ്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഇതിൽ കൂടുതൽ പേടിക്കുകയും വേണം, ഭയങ്കര റിസ്ക്കും ആയിരിക്കും. എന്നാൽ നമ്മൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം, ഇപ്പോൾ എറണാകുളത്തു നിന്നായിരിക്കും നമ്മൾ മിക്ക സ്ഥലങ്ങൾ, അല്ല എറണാകുളത്തായിരിക്കും എല്ലാവരും വന്ന് ഇങ്ങനെ അടിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോകാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. കാരണം നമുക്ക് ഇവിടെ കൂടി നമുക്ക് മൂന്നാർ കാര്യങ്ങൾ, അടിമാലി ആ ഒരു റൂട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മൂന്നാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ, അതല്ലെങ്കിൽ ഈ ഒരു റൂട്ട് കൂടി കയറി പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് പക്കയായിട്ട് ആനിമൽ സൈറ്റിങ്സ് കിട്ടുകയും ചെയ്യും. എങ്ങനെയാണെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ എറണാകുളം, ആലപ്പുഴ ആ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഇവിടെ എത്തുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ആനിമലിനെങ്കിലും കാണാൻ പറ്റും, ഇല്ലെങ്കിൽ കുറച്ച് കുരങ്ങന്മാരെങ്കിലും കാണാൻ പറ്റും. അത്ര അടിപൊളിയായിട്ടുള്ള റൂട്ടാണ്. പിന്നെ ഈ കാടിൻ്റെ ഭംഗിയെന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമലി വേറെ കാടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോഡ് ഇത്ര വീതി ഉണ്ടാവും, അതിൻ്റെ എൻഡിൽ കുറേ മരങ്ങൾ കട്ട് ചെയ്ത് കുറേ ഗ്യാപ്പ് ഉണ്ടാവും, അതിൻ്റെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും മരങ്ങളൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ റോഡ് സൈഡിൽ മരങ്ങളാണ്. റോഡ് തീരുന്ന അവിടെ നിന്ന് മരങ്ങളും കാട് സ്റ്റാർട്ട് ചെയ്യുവാണ്. പുല്ല് മാത്രമാണ് വെട്ടി ഇച്ചിരി ക്ലിയർ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മളൊരു കാടിൻ്റെ നടുക്കൂടി പോകുന്നൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ വേറെ ഫോറസ്റ്റുകളൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ ആണെങ്കിലുണ്ടെങ്കിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് ഇതുണ്ടോ, ഇതേപോലെ വളരെ കുറവാണ്. നമുക്കൊരു കാടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പോകുന്നൊരു ഫീല് കിട്ടും. പിന്നെ അത്ര തിക്നെസ് അല്ലാത്ത കാടായതുകൊണ്ട് തന്നെ ഇരുട്ടുണ്ടാവില്ല, നല്ല ലൈറ്റിങ് കിട്ടും. അപ്പോൾ അങ്ങനെ പേടിയും ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് നമുക്ക് പോയിട്ട് വരാം. പിന്നെ നമ്മൾ മാമലക്കണ്ടം വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് നോക്കണം. അതായത് ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ നോക്കിയിട്ട് അവർ ഏത് സമയത്ത് വരുമ്പോഴാണ് ആ ഒരു ആനിമൽ സൈറ്റിങ് പക്കയായിട്ട് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്ത് വരുമ്പോഴാണ് അടിപൊളി, അങ്ങനെയൊക്കെ നോക്കി വേണം നമ്മൾ വരാൻ. കാരണം വെച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ അത്ര വലിയ പ്ലാനിട്ട് വന്നതല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഈ ത്രൂ ഔട്ട് വീഡിയോയിൽ കാടിൻ്റെ വിഷ്വൽസ് അല്ലാണ്ട് നമുക്ക് ആനയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ആ കിട്ടിയ ഒരു കുരങ്ങ ഫാമിലിയാണ്, വേറെ ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ വന്ന സമയം അപ്പോൾ വേറൊരാളുടെ വീഡിയോ ഒക്കെ നോക്കിയിട്ടായിരിക്കണം വരേണ്ടത്. കാരണം എങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു വന്നതിൻ്റെ ഒരു 100% റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ ആനിമൽ സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒരു കാടിൽ കൂടി ഫസ്റ്റ് വന്ന ആരായാലും പേടിച്ച് മരിക്കും. അമ്മാതിരി ലുക്കാണ്. കാരണം വെച്ചാൽ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ കൊക്ക പോലെ കിടക്കിയിരിക്കും, ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല കാടും. അപ്പോൾ അങ്ങനെ ത്രൂ ഔട്ട് പോണ സമയത്ത് നമ്മൾ പേടിച്ച് മരിക്കും. അത്രയ്ക്ക് കാടുണ്ട്. നമ്മൾ ഒരു പ്രത്യേക തരം കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റ് കാടുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്താ പറയുക, മൊത്തം ഇരുട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു പക്ഷേ അങ്ങനെ തെളിച്ചിട്ടേക്കണതായിരിക്കാം, നമ്മൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും തെളിച്ചിട്ടായിരിക്കാം. പക്ഷേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു റൂട്ടിൽ തന്നെ ഒരു 6-7ഓളം വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, നല്ല വ്യൂ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ മാപ്പിലൊന്നും അങ്ങനെ അത് കാണിക്കുന്നില്ല. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിന്ന് ഫോട്ടോസും കാര്യങ്ങളും. ഇപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ സ്ഥലമുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾറെഡി ഫോറസ്റ്റുകാർക്ക് താമസിക്കാൻ വേണ്ടി ഈ ഒരു ഏർമാടമൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതൊക്കെ കയറി നിന്ന് ഫോട്ടോസും അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെയെങ്കിലും നിർത്തുന്നില്ല, കാരണം നമ്മൾ വേറൊരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് ഇവിടെ നിർത്തുന്നില്ല. പക്ഷെ നമുക്ക് അവിടെയൊക്കെ നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പേടി നമ്മളെ അനുവദിച്ചില്ല. അതേപോലെ തന്നെ നല്ല ഒരു ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കവർ ചെയ്ത് പോകണം. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത് കുറച്ചുകൂടി പേടി വരും. അപ്പോൾ കൂടെയുള്ള ആൾക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് നമ്മൾ നല്ല ഫാസ്റ്റിൽ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോട്ടോസും വീഡിയോസും അങ്ങനെ അധികം നമ്മൾ എടുത്തില്ല. ഈ ഒരു റണ്ണിങ്ങിലുള്ള വീഡിയോസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രത്യേകം എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരങ്ങൾ ഒക്കെ നല്ല കിടിലം പ്രായമായിട്ട് അവിടെ തന്നെ ഒടിഞ്ഞ് വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഒരു പക്കാ കാടിൻ്റെ ഒരു ഇത് കിട്ടും നമുക്ക്. ഈ മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നതും, അതേപോലെ തന്നെ അതൊന്നും എടുത്ത് മാറ്റിയിട്ടോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ കൂടി കിട്ടുന്നുണ്ട്.
അതേപോലെ റോഡ് നല്ല പക്കയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ. പക്ഷേ ഇപ്പോൾ ഇച്ചിരി പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. ഇപ്പോൾ കോൺക്രീറ്റ് റോഡായതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ പൊളിഞ്ഞു പോകും. പിന്നെ നമുക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ ഈ തേക്കാണെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടത്. തേക്കോ മഹാഗണിയോ അങ്ങനത്തെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു കൂടുതൽ നിൽക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മറ്റേ തേക്കിൻ്റെ തോട്ടവും മഹാഗണി തോട്ടവും ഒക്കെ പോയി കണ്ടവർക്ക് മനസ്സിലാവും ഇതിൻ്റെ മഹാഗണി അല്ല തേക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞില്ല, അതിൽ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഒരു പാലം. ഇവിടേക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കാട്ടിൽ നിന്ന് എടുത്ത പോലെ ഉണ്ടാവും. ഞാൻ ഒരുപാട് പേരുടെ ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു നല്ല ക്യാമറയിലൊക്കെ എടുത്ത്. പക്ഷെ നമ്മൾ ഫോണിലായതുകൊണ്ട് അങ്ങനെ കുറച്ച് വീഡിയോ എടുത്ത് പോകുന്നു. അതേപോലെ തന്നെ ഫാമിലിയായിട്ട് വന്നവരൊക്കെ ഈ പുഴയുടെ സൈഡിലൊക്കെ ഇറങ്ങി കുളിക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര കയറ്റമാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു കയറ്റത്തിലൊക്കെ ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര കയറ്റമാണ്. നമ്മൾ ബൈക്കിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളക്കാനൊക്കെ പറ്റില്ല. അപ്പോൾ എൻ്റെ വണ്ടി എക്സ്പൾസ് ആയതുകൊണ്ട് തന്നെ ഇത് വളക്കാൻ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് വണ്ടി ഏതാണോ അതേപോലെയൊക്കെ നോക്കി വേണം ഓടിക്കാൻ, അല്ലെങ്കിൽ ഇച്ചിരി പാടായി പോകും. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ക്ലിയറൻസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ആനകളോ എന്തെങ്കിലുമൊക്കെ അടുത്ത് വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ ഓടിച്ച് പോകാനും പറ്റില്ല. പക്ക കയറ്റമായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗിയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാനേ പറ്റുള്ളൂ. മെയിനായിട്ട് ഈ ഒരു കാടിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം അത്രയും ഉണ്ട്, കാണാൻ മാത്രമേ ഉണ്ട്. നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇത് ആൾക്കാർ. കാരണം ഇവിടെ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആൾക്കാർ ഡെയിലി ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ പേര്. നമ്മൾ ജോലിക്ക് പോകുന്നത് ചിലപ്പോൾ ചില ആളുകൾ ജോലിക്ക് പോകുന്ന ഇതുവഴി ആയിരിക്കും ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിട്ട്. അപ്പോൾ അത്രയും കോമൺ ആയിട്ടുള്ളൊരു റൂട്ടാണ്. നമ്മൾ പേടിയുടെ ആവശ്യമേ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ പക്ഷേ നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. കാരണം അത്രയും കാടിൻ്റെ നടുക്കൂടി ഇത്ര കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ മാമലക്കണ്ടം സ്കൂള് കാര്യങ്ങൾ. അപ്പോൾ അവിടേക്ക് നമുക്ക് വന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അടിപൊളിയായിട്ടുള്ള ഇപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ റിസോർട്ട് പോലെയും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ റീച്ച് ആകുന്ന സമയത്തൊന്നും ഇവിടെ അങ്ങനെ അധികം കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വരുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കുന്നുണ്ട് നമുക്ക് വട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് ഈ ഒരു സ്ഥലം ഇത്ര ഹിറ്റായപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ഈ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും റിസോർട്ടും അതേപോലെ കാര്യങ്ങളൊക്കെ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നമുക്ക് ഇവിടെ ഒരു സ്റ്റേ ഇപ്പോഴും പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് ആനയും അല്ലെങ്കിൽ ഇവിടെ എല്ലാം മൃഗങ്ങൾ അതൊക്കെ നമുക്ക് ആ ഒരു കാണാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടുതലായിട്ടുള്ള ഒരു ഇത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ റിസോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിലവിൽ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ അടുത്തെങ്കിലും എനിക്ക് അങ്ങനെ റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടിയില്ല. പക്ഷേ കണ്ടായിരുന്നു വരും എന്നുള്ളൊരു അവിടെയൊക്കെ പണിയുന്ന പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾ മൂന്നാറൊക്കെ പോയിട്ട് സ്റ്റേ ചെയ്തുകൊണ്ട് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീൽ ഉണ്ടാകുമല്ലോ, സമാധാനം കൂടിയുള്ളൊരു ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ ആ ഒരു ഫോറസ്റ്റ് വഴി അവസാനിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ ഉണ്ടായിരിക്കും, അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.